എല്ലാ മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്, ജയപ്രതീക്ഷയിലാണ്. എന്തായാലും ഈ അധികാരത്തിൽ തിരിച്ചെത്താൻ മണിക്കൂറുകൾ മാത്രം മതിയെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് ഇപ്പോഴുമുള്ളത്. ഈ പ്രതീക്ഷ മുസ്ലിം ലീഗിൻ്റെയും മലപ്പുറത്തിൻ്റെയും ശക്തമായ പിന്തുണയിലാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മലപ്പുറം ജില്ലയിൽ ഇത്തവണ 16-ൽ 16 തൂത്തുവാരാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങൾ. മലപ്പുറത്ത് നിന്ന് അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഗുഡ് മോർണിംഗ്. ഈ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ കോട്ട എന്നുള്ളതാണ് ഇതുവരെയും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തവണയും അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്നാലും ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് LDFൻ്റെ അവകാശവാദം. മറുവശത്ത് 16-ൽ 16 തൂത്തുവാരുമെന്നാണ് UDFൻ്റെ നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. നിലവിലത്തെ ഏറ്റവും ഒടുവിലായി ഈ നേതാക്കൾ പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആത്മവിശ്വാസവും അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളും എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ലിജിൻ. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും അതുപോലെ തന്നെ UDFും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഏത് പ്രതിസന്ധി കാലഘട്ടങ്ങളിലും UDFന് കരുത്തു പകർന്നത് മലപ്പുറമായിരുന്നു. ആ പിന്തുണ ഇത്തവണ മുന്നത്തേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങൾ. മലപ്പുറത്ത് 16 സീറ്റാണ് ആകെയുള്ളത്. ഇതിൽ 12 മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നു, 4 സീറ്റ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 16 സീറ്റിലും ഒരു സമ്പൂർണ്ണ വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ തവണ LDFനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി, തവനൂർ, നിലമ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളാണ്, താനൂർ തുടങ്ങിയ മണ്ഡലങ്ങളാണ്, 4 മണ്ഡലങ്ങളാണ് LDFൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് ഉണ്ടാകില്ല എന്നാണ് UDF കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതേസമയം പൊന്നാനിയും തവനൂരും ഒരു കാരണവശാലും വിട്ടുപോകില്ല എന്ന പ്രതീക്ഷ LDFനുണ്ട്, വലിയ പ്രതീക്ഷ ഇക്കാര്യത്തിലുണ്ട്. അതേസമയം താനൂർ, കഴിഞ്ഞ തവണ V അബ്ദുറഹ്മാൻ മത്സരിച്ച് വിജയിച്ച താനൂരിൽ നിന്ന് ഇത്തവണ അബ്ദുറഹ്മാൻ തിരൂരിലാണ് മത്സരിക്കുന്നത്. പക്ഷേ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയൊന്നും ഈ അവസാന നിമിഷം ആകുമ്പോഴേക്കും LDF പ്രതീക്ഷിക്കുന്നില്ല. ഒരു ശക്തമായ മത്സരം ഉണ്ടാക്കാൻ V അബ്ദുറഹ്മാൻ്റെ സാന്നിധ്യം കൊണ്ട് കഴിയും. പക്ഷേ ഒരു വിജയത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. എന്നാൽ തവനൂരും പൊന്നാനിയും എന്തു വന്നാലും വിജയിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. കഴിഞ്ഞ തവണ മറ്റൊരു പ്രധാന മണ്ഡലം, അതായത് 38 വോട്ടുകൾക്കാണ് പെരിന്തൽമണ്ണയിൽ UDF വിജയിച്ചത്. നജീബ് കാന്തപുരം ഇവിടെ വിജയിച്ചു വന്നത്. പക്ഷേ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കാനാകുമെന്ന് UDF കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നു. അതിനാൽ തന്നെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ UDF കേന്ദ്രങ്ങൾക്കുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വലിയ കോട്ടയാണ് മലപ്പുറം. നിർണായകമായ അടുത്ത മന്ത്രിസഭയിൽ നിർണായകമായ സാന്നിധ്യം ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. അതിനാൽ തന്നെ പരമാവധി സീറ്റുകൾ അവർക്ക് ഇവിടെ എത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു സമ്പൂർണ്ണ വിജയം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പ്രവർത്തനം തുടങ്ങിയിരുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. അവരുടെ സംഘടനാ സംവിധാനം വലിയ തോതിൽ ശക്തമാണ്. തവനൂരാണ് ഇത്തവണ അവർ വലിയ തോതിൽ വിജയം പ്രതീക്ഷിക്കുന്നത്. UDFൻ്റെ നേതാവും അതുപോലെ തന്നെ മലപ്പുറം DCC പ്രസിഡന്റുമായ VS ജോയിയാണ് തവനൂരിൽ KT ജലീലിനെതിരെ മത്സരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ജലീൽ കൈവശം വെച്ചിരിക്കുന്ന തവനൂർ ഇത്തവണ എന്തായാലും വിജയം നേടാനാകുമെന്ന പ്രതീക്ഷ UDF കേന്ദ്രങ്ങളുണ്ട്. അതേസമയം ജലീലാകട്ടെ ഏതാണ്ട് 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് ഇക്കാര്യത്തിൽ UDF കേന്ദ്രങ്ങൾ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വെച്ച് പുലർത്തുന്നത്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണാനുള്ള എല്ലാ ഒരുക്കങ്ങളും അതേസമയം ഭരണകൂടം, ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കി കഴിഞ്ഞു. 16 മണ്ഡലങ്ങളിലെ വോട്ട് 8 കേന്ദ്രങ്ങളിലായാണ് എണ്ണുന്നത്. ഇവിടെയെല്ലാം പ്രാഥമിക തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു, പരിശീലനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും നാളെ രാവിലെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മലപ്പുറത്ത് പൂർത്തിയായി. UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. ലിജിൻ, തീർച്ചയായിട്ടും അതാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ. എന്തായാലും UDF തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അതിൽ കവിഞ്ഞ് പൂർണ്ണമായിട്ടും എല്ലാ സീറ്റുകളും നേടാനാകുമെന്ന പ്രതീക്ഷയും UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അരവിന്ദനായിരുന്നു വിവരങ്ങൾ നൽകിയത്.